അവിടെ പോലെ പോകാൻ പറ്റൂല. മലേഷ്യയിൽ ജബലേരികളുള്ള പർഗീസ്, പിനാങ്, സയാന് ആവാത്ത ഏരിയയിലാണ് ഒക്കെ കൂടുതൽ, പേരാക്കിലൊക്കെയാണ്. അത് നമ്മൾ ഈ പാക്കേജിൽ കൊണ്ടുപോകാൻ കഴിയില്ല, കൊണ്ടുപോകില്ല. അത് നമ്മൾ വേറെ സെപ്പറേറ്റ് പോകണം. എങ്ങനെ അതെ പിനാങ്ങിൽ പോകാം. പിന്നെ അപ്പം ഈ പാക്കേജിൽ നടക്കൂല. പിനാങ്ങിക്ക് തന്നെ അവിടുന്ന് രാവിലെ പോയാൽ വൈകുന്നേരം എത്തുള്ളൂ. ഇപ്പോൾ ഓടാൻ മാത്രമുണ്ട് പിനാങ്ങ് കേരളത്തിനൊക്കെ. പൈസ കൂടും, ഈ സമയം ഇറക്കും. പിന്നെ അപ്പോൾ അതേ പ്രകാരം അത് നമുക്ക് നമ്മുടെ രക്തബന്ധിതപ്പെട്ട ആൾക്കാരെ തങ്ങന്മാർ കമ്മിറ്റിയൊക്കെ ഉണ്ട്, കോണ്ടാനുള്ള ആളുകളൊക്കെ ഉണ്ട്. സൗകര്യം മുഖേനൊക്കെ നമുക്ക് അവരെ ഒരു മീറ്റിംഗ് നമുക്ക് സംഘടിപ്പിക്കാം, അവരെ കാണാം. അങ്ങനെ നമ്മൾ സംവിധാനം ശേഷമാണ് ഓരെ കാണണമെങ്കിൽ ഇവിടെ വന്ന ആളുകൾ അവരൊക്കെ കാണണമെങ്കിൽ എന്തെങ്കിലും സമയത്ത് വരും, പിന്നെ ലോഡ്ജിൽ ഉണ്ടാവും, പിന്നെ ഹോട്ടലിൽ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ അവരവിടെ എത്തും. ഇൻഷാല്ലാ അതിന്റെ സംവിധാനം അത്ര കഴിയുള്ളൂ. വീട്ടിൽ പോകേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പൊ പിന്നെ അച്ചിയിൽ നമ്മൾ ചെന്ന് ഇറങ്ങി അന്ന് പേര് അവിടെ കാണാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഓരോ കൃത്യമായിട്ടെല്ലാം ഉണ്ട്, എല്ലാം പോകേണ്ട സ്ഥലങ്ങൾ എല്ലാം വിശദമായിട്ട് എഴുതിച്ചിട്ടുണ്ട്. ഞാൻ ഇവിടെ ഒന്നും വായിക്കേണ്ട ആവശ്യമില്ലൊന്നും. അതാ അവിടെ ഇപ്പോൾ ഈ കാണാനുള്ള സ്ഥലങ്ങൾ, പിന്നെ സുനാമി ഉണ്ടായ സ്ഥലങ്ങൾ, സുനാമിൻ്റെ പിന്നെ മ്യൂസിയങ്ങൾ, പിന്നെ ബോട്ടിലുള്ള യാത്രയൊക്കെ ഉണ്ടാവും. പാപ്പ വന്ന സ്ഥലം ഞാൻ ആപ്പനെ കൊടുക്കാനും കാര്യമൊന്നും പാടില്ല. അപ്പൊ ചുരുക്കി പറയാം, നമ്മൾ ആ തീരുമാനം 75,000 റുപ്യ ലാസ്റ്റ് കൊടുക്കാം ഈ പാക്കേജ് പോയി വരണമെങ്കിൽ. ഫുഡെല്ലാം ഉൾപ്പെടും. ടിക്കറ്റും ഭക്ഷണവും റൂമും അവിടെ കറങ്ങാനുള്ള വളരെ ലാഭമാണ്. പക്ഷെ അതിന് കൂടി മീനിന് കൂടി ഉൾപ്പെടുത്താൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. മീനിന് 1800 രൂപയോളം ബ്രിട്ടീൻ്റെ 75 രൂപ വളരെ ലാഭമാണ്. ഇപ്പൊ തന്നെ ഈ ആഴ്ച ബുക്ക് ചെയ്തെങ്കിലും നാളെ കഴിഞ്ഞിട്ട് 20-ാം തീയതിയാണ് പറഞ്ഞിട്ടുള്ളത്. 20-ാം തീയതി അപ്പൊ രണ്ടും പ്രശ്നമുള്ള വിഷയമല്ല. അപ്പൊ ഇനി ഇങ്ങനെ ചോദിക്കാനുള്ളത് ആരൊക്കെ പോരുന്നുണ്ട് എന്നാ. ആവേശം ഉണ്ടായിരുന്നു എല്ലാവർക്കും. ഇത് പറയാൻ